എന്നിട്ട് പറയാണ് സാബൂസ നിനക്ക് ഇനി രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നുള്ള രീതിയിൽ പറയാണ്. എന്നാൽ ഇതേ ടൈം തന്നെ സാബൂസ പറയാണ് നിനക്ക് തോന്നുന്നുണ്ടോ നിനക്ക് എന്നെ കൊല്ലാൻ പറ്റുമെന്ന് കക്കാശി എന്നുള്ള രീതി പറയണം. ഇതേ ടൈം തന്നെ ബാക്കിൽ നിന്ന് റിയൽ ആയിട്ടുള്ള സാബൂസയാണെങ്കിൽ വന്നിട്ട് നമ്മുടെ കക്കാശീനെ വെട്ടാൻ വേണ്ടി നോക്കും. ഫ്രണ്ടിൽ നിൽക്കുന്ന സാബൂസ ഒരു വാട്ടർ ക്ലോൺ ആയിരുന്നു. അപ്പോൾ ഇത് തിരിച്ചറിയാൻ വേണ്ടി കക്കാശി ഒരുപാട് വൈകി പോയിട്ടുണ്ടാവും. ഇതേ ടൈം തന്നെ സാബൂസയാണെങ്കിൽ നേരെ ചവിട്ടി നമ്മുടെ കക്കാശീനെ വെള്ളത്തിലേക്ക് എടുത്തിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളത്തിലേക്ക് പോയി വീഴുന്നുണ്ട്. അപ്പോൾ സാബൂസയാണെങ്കിൽ നേരെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളം നോർമൽ വാട്ടർ അല്ല, അതിനേക്കാളും കുറച്ചും കൂടി ഡെൻസർ ഉണ്ട്. അപ്പോൾ ആ വെള്ളത്തിൽ നിന്ന് പുറത്ത് വരുന്ന കക്കാശിക്കാണെങ്കിൽ അത് മനസ്സിലാവുകയും ചെയ്യും. ഇതേ ടൈം തന്നെ സാബൂസയാണെങ്കിൽ വാട്ടർ പ്രസൻറ്റ് ജുറ്റ്സു ഉപയോഗിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കക്കാശീനെ ഒരു വെള്ളത്തിനകത്ത് ബബിളിനകത്ത് പിടിക്കുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. അതൊരു പ്രിസൺ ലെവലിലാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇരുമ്പിനേക്കാളും സ്ട്രോങ് ആണ് കക്കാശി, നിന്നെക്കൊണ്ട് നീ രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നുള്ള രീതി പറയാണ്. അങ്ങനെ സാബൂസയാണെങ്കിൽ ഒരു വാട്ടർ ക്ലോണിനെ ഉണ്ടാക്കുന്നുണ്ട്. കാരണം റിയൽ ബോഡി എന്തായാലും കക്കാശീനെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കല്ലേ, അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു വാട്ടർ ക്ലോണിനെ ഉണ്ടാക്കിയിട്ട് നാറൂട്ടോനെയും സാസ്കേനെയും അതേപോലെ തന്നെ ആ ബ്രിഡ്ജ് ബിൽഡറെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് പുറപ്പാട്. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മൾ നാറൂട്ടോനെ ചവിട്ടി ദൂരേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ഹെഡ് ബാൻഡൊക്കെ നേരെ സാബൂസയുടെ കാൽക്ക് ചേട്ടിൽ വന്ന് വീഴുന്നുണ്ട്. അതുപോലെ തന്നെ സാസുക്കെ ആണെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ നോക്കും. എന്നാൽ അവനെ ഈസിയിൽ തന്നെ പിടിച്ച് അവനക്ക് 2 ഇടിയും കൊടുക്കുന്നുണ്ട്, വലിച്ചെറിയുകയും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കാണുന്ന നാറൂട്ടോക്കെ ആണെങ്കിൽ പേടിയാവുകയും ചെയ്യും. അപ്പോൾ നാറൂട്ടോ തിങ്ക് ചെയ്യാണ് അവൻ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഇവിടെ എത്തിയതും, അങ്ങനെ ഓരോ കാര്യം തിങ്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ നാറൂട്ടോ നേരെ ഓടിച്ചെന്നിട്ട് അവൻ്റെ ഹെഡ് ബാൻഡ് എടുക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നും സാബൂസേരയിൽ നിന്ന് ചവിട്ട് കിട്ടുന്നുണ്ടെങ്കിലും നാറൂട്ടോ ഒരു ഹെഡ് ബാൻഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹെഡ് ബാൻഡ് അവന് ഏറ്റവും കൂടുതൽ വിലപ്പെട്ടതായിരുന്നു. അവൻ ഗെനീനാവാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവന് അത് ഏറ്റവും കൂടുതൽ വിലപ്പെട്ട സാധനമാണ്. അപ്പോൾ ഈ ടൈമിൽ കക്കാശി പറയുന്നുണ്ട് നിങ്ങൾ അവനെതിരെ ഒരു മാച്ച് പോലും ആവാനുള്ള രീതിയിലായിട്ടില്ല, നിങ്ങൾ ഗെനീനാണ്, അതുപോലെ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല, നിങ്ങൾ എന്തായാലും വേഗം ഓടാൻ നോക്കുക എന്നുള്ള രീതി കക്കാശി പറയാണ്. നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ആ ബ്രിഡ്ജ് ബിൽഡറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കാത്ത രീതിയിൽ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്ത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് എത്തിക്കണം. അതുകൊണ്ട് വേഗം ഓടാൻ എന്നുള്ള രീതി പറയണം. അപ്പോൾ സാസുക്കെ മൈൻഡിൽ വിചാരിക്കുന്നുണ്ട് നമ്മൾ എത്ര ദൂരം ഓടിയാലും സാബൂസ നമ്മളെ പിടികൂടെ ചെയ്യുക. അപ്പോൾ ഓടുന്നതിന് പകരം എന്തായാലും കക്കാശീനെ റെസ്ക്യൂ ചെയ്യുന്നത് നല്ലത് എന്നുള്ള രീതിയിലാണ് നമ്മുടെ സാസുക്കെ നിൽക്കുന്നത്. അപ്പോൾ ഈ ടൈമിൽ ബ്രിഡ്ജ് ബിൽഡർ പറയുന്നുണ്ട് ഞാൻ കാരണമാണ് നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്, നിങ്ങൾ എന്തായാലും വേഗം നിങ്ങളുടെ സെൻസേനെ രക്ഷിക്കാൻ നോക്ക് എന്നുള്ള രീതി പറയാണ്. അപ്പോൾ ഈ ടൈമിൽ സാബൂസ പറയുന്നുണ്ട് നിങ്ങളെന്നൊരു നിഞ്ച ആയി കാണാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല. നിങ്ങൾക്ക് നിഞ്ച എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, നിങ്ങൾ മരണത്തിൻ്റെ വക്കിലെത്തി അതുപോലെ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെട്ടാലൊക്കെ തന്നെ നിങ്ങളൊരു നിഞ്ചയായി മാറുള്ളൂ. ഇതൊന്നും നിഞ്ച ട്രെയിനിങ് അല്ല, ഞങ്ങളുടെ നാട്ടിൽ ഒരു നിഞ്ച ട്രെയിനിങ്ങിൻ്റെ ഗ്രാജുവേഷൻ എക്സാം ഉണ്ടായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ ഈ ടൈമിൽ ഇപ്പോൾ കക്കാശി പറയാണ് 10 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മിസ്റ്റ് വില്ലേജ് ഒരു ബ്ലഡി മിസ്റ്റ് വില്ലേജ് എന്നാണ് അറിയപ്പെട്ടത്. ആ മിസ്റ്റ് വില്ലേജിൽ ഒരുപാട് തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണ് ഗ്രാജുവേഷൻ എക്സാം. അപ്പോൾ ആ ഗ്രാജുവേഷൻ എക്സാമിൽ ഇവർ ഒരുമിച്ച് ഫുഡ് കഴിച്ച് ഒരുമിച്ച് വളർന്ന ആൾക്കാർ, അതേപോലെ ഓരോ ഫ്രണ്ട്സ്, അപ്പോൾ ഇവരെല്ലാവരും അവസാനമാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്ന് മരിക്കണം. അതിൽ ആ സർവൈവ് ചെയ്യുന്ന ഒരാൾ മാത്രമേ നിഞ്ച ആവുള്ളൂ. അപ്പോൾ അതിൽ സർവൈവ് ചെയ്ത ഒരാളാണ് നമ്മുടെ ഈ സാബൂസ. അവൻ 100 ആൾക്കാരെ കൊന്നിട്ടുണ്ട്. ആ 100 ആൾക്കാരും അവൻ്റെ കൂടെ പഠിച്ച സ്റ്റുഡൻസ് ആണ്. എന്നിട്ട് സാബൂസ ആണെങ്കിൽ നേരെ തന്നെ നമ്മുടെ സാസുക്കേനെ ചവിട്ടി അപ്പുറത്തോട്ടേക്ക് എറിയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാറൂട്ടോ ആണെങ്കിൽ ഇത് കണ്ട് ദേഷ്യം വന്നിട്ട് തന്നെ അവൻ ഷാഡോ ക്ലോൺ ഉണ്ടാക്കിയിട്ട് ആ ഷാഡോ ക്ലോൺ എല്ലാം കൊണ്ട് തന്നെ അറ്റാക്ക് ചെയ്യാൻ പോവാണ്. എന്നാലും ആ അറ്റാക്കൊന്നും ആയിട്ടില്ലായിരുന്നു. സാബൂസ ആണെങ്കിൽ ചവിട്ടി എറിയുന്നുണ്ട്. ഈ ടൈമിൽ നാറൂട്ടോ ആണെങ്കിൽ ഒരു ഷുറിക്കൻ എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് നോർമൽ ഷുറിക്കൻ അല്ല, ഒരു വലിയ ഷുറിക്കനാണ്. അപ്പോൾ അതിനെ ഡീമൺ ഷുറിക്കൻ എന്നാണ് വിളിക്കുക. അപ്പോൾ നമ്മുടെ സാസുക്കെ വിചാരിക്കുന്നുണ്ട് അതാണ് അപ്പോൾ നിൻ്റെ പ്ലാൻ അല്ലേ എന്നുള്ള രീതിയിൽ വിചാരിച്ചിട്ട് നേരെ ആ ഷുറിക്കൻ വലിച്ചെറിയുന്നുണ്ട്. അപ്പോൾ ആ ഷുറിക്കൻ നേരെ വലിച്ചെറിയുന്നത് ഈ ക്ലോണിലല്ല, നേരെ റിയൽ ബോഡിയുടെ അങ്ങോട്ടേക്കാണ്. അപ്പോൾ നേരെ സാബൂസയാണെങ്കിൽ അത് ഡോഡ്ജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേ ടൈമിൽ തന്നെ സെക്കൻഡ് ഷുറിക്കനും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇവൻ ആദ്യത്തെ ഷുറിക്കൻ ഇവൻ കയ്യിൽ പിടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ സെക്കൻഡ് ഷുറിക്കൻ വരുന്ന വേണ്ടിയിട്ട് ഇവൻ വിചാരിക്കുകയാണ് അപ്പോൾ ഇത് ഷാഡോ ഷുറിക്കനാണ് എന്നുള്ള രീതി വിചാരിക്കുകയാണ്. അതും ഈസി ആയിട്ട് ഡോഡ്ജ് ചെയ്യും. അപ്പോൾ ഇതേ ടൈമിലാണ് ആ ഷുറിക്കൻ ട്രാൻസ്ഫോം ആയിട്ട് നാറൂട്ടോ ആയി മാറുന്നത്.